Libby's Kitchen Cheers. Please subscribe. ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മഷ്റൂം പെപ്പർ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ അത്ര ഡ്രൈ ആയിട്ടൊന്നുമല്ല എടുത്തിരിക്കുന്നത്, ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരുപാട് മഷ്റൂമൊക്കെ പല രീതിയിലെ കറികൾ ഉണ്ടാക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇങ്ങനെ വെക്കുന്നതാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലും നാനിൻ്റെ കൂട്ടത്തിലും ഗീ റൈസിന് കൂട്ടത്തിലും ജീര റൈസിന് കൂട്ടത്തിലും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. പെപ്പർ മഷ്റൂം ഉണ്ടാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം മഷ്റൂം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബട്ടൺ മഷ്റൂമാണ്. ഞാൻ ഇതുപോലെ നീളത്തിൽ ലെങ്ത് വൈസായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് വീട്ടിലുള്ള മഷ്റൂമൊക്കെ ആണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അത് മഞ്ഞളോടി ഉപ്പൊക്കെ ഇട്ട് അത് അതുപോലെ പോയിസൺ ആണെന്നൊക്കെ നോക്കിയിട്ട്. ഇപ്പം ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. 200 ഗ്രാം ഉണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂമാണ്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത്, ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ. ഇപ്പം നമ്മൾ പെപ്പറാണ്, പെപ്പർ മഷ്റൂമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പെപ്പർ കുറച്ച് കൂടുതൽ നിൽക്കണം. 1 ടീസ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറുജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെയാണ്. അത് 1 പട്ട, 2 പട്ട, 2 ഗ്രാമ്പു, 1 തക്കോലം, 2 ഏലക്ക, ഇതൊക്കെ. ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഗരം മസാല ചേർത്താലും മതി. ഇപ്പം ഞാനിപ്പം എല്ലാം കൂടെ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇട്ടാലും മതി. ഇപ്പം ശരിക്കും ഇതൊന്നും പൊടികൾ തന്നെ ചേർത്താലും മതി. കുറച്ചും കൂടെ പക്ഷെ ടേസ്റ്റ് കിട്ടുന്നത് ഈ രീതിയിലൊക്കെ എടുക്കുമ്പോഴാണ്. അപ്പം ഞാൻ മല്ലിയും പെപ്പറും കൂടെ ആദ്യം ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ചൂടായ ശേഷം നമുക്കൊന്ന് മറ്റേ ചെറുജീരകമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇതും കൂടെ ഗരം മസാലയുടെ കൂട്ടും കൂടെ കിടക്കട്ടെ. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാവേ. ചെറുതായിട്ടൊന്ന് സോട്ടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ നിർത്തി കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് പൊരിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ടത് ചൂടായി വരുവേ. നല്ല കറക്റ്റ് റോസ്റ്റിങ് വരും. അപ്പോൾ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ആക്കുന്നത്. ഒന്നും കൂടി ഒന്ന് മൂത്തോട്ടെ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാനൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുകയാണ്. നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഒരു ആവശ്യത്തിന് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയായി വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളിയാണ് കുറച്ച് ടേസ്റ്റ്, കൊച്ചുള്ളിയാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹാഫ് ആയിട്ട് ഉള്ളിയും സവാളയും കൂടെ എടുക്കാം. കുറച്ച് കൂടുതലുള്ളിയും സവാളയും. ഇപ്പം ഞാൻ എന്തായാലും സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 ചെറിയ സവാള, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇത് വെളുത്തുള്ളിയൊക്കെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം മീഡിയം സൈസിലാണ് ഞാൻ സവാള അരിഞ്ഞിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഓരോരുത്തരുടെ മനസ്സിൽ എങ്ങനെയാണ് കറി ഇരിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തേ. എന്നിട്ട് ഇതൊന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ കൂണൊന്ന് ഇട്ട് കൊടുക്കട്ടെ. നമുക്കറിയാം കൂണൊക്കെ അധികം വേവില്ലാത്ത ഇതൊക്കെയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കാവേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. മൊത്തം ഒരു 10 മിനിറ്റ് ഒക്കെ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഇടയ്ക്ക് മസാല ഇട്ട് കൊടുക്കണം നമുക്ക്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കണം.
നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഇനി നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അല്ലെ ഡ്രൈ ആയിട്ടാണ് വേണ്ടവർക്ക് ഡ്രൈ ആയിട്ട് എടുക്കാം. ഒരു കുറച്ച് വെള്ളം ഞാൻ ഓൾറെഡി മഷ്റൂം ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്ത് നോക്കി. അപ്പം ഈ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് മൂടി വെക്കണം. നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാവേ. ഈ മസാലയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയില്ല ഞാൻ ഒരു ടൊമാറ്റോയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം, നല്ല ടേസ്റ്റാണ്. ഇതൊരു 2 മിനിറ്റ് നേരം കിടന്നൊന്ന് വേകട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ടൊമാറ്റോ ഒന്ന് വേകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കട്ടെ. നമ്മുടെ കൂൺ പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് എരിവൊക്കെ നോക്കി. എരിവൊക്കെ കുറച്ച് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എരിവ് വേണ്ടവർക്ക് കുറച്ചൊരു കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ, അത് നിർബന്ധമൊന്നുമില്ല, ഞാനൊരു 1/4 ടീസ്പൂൺ വിനീഗറും ഒരു ടേസ്റ്റിന് വേണ്ടി ടു ടേസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നമുക്ക് ആ ടേസ്റ്റൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനായിട്ടാണ്. ഒരു നുള്ളു പഞ്ചസാര ഇട്ടാലും ഒക്കെ ടേസ്റ്റാണ്. കാരണം നമ്മുടെ ഇപ്പോൾ അടിപൊളി ടേസ്റ്റായി. ഇപ്പോൾ എനിക്ക് നല്ല എരിവുണ്ട്. ഞാൻ ശരിക്കും അവസാനം കുറച്ച് പെപ്പറും കൂടെ വിതറണമെന്നാണ് വിചാരിച്ചു. പക്ഷേ ആവശ്യത്തിന് ഞാൻ 1 ടീസ്പൂൺ പെപ്പർ ഉപയോഗിച്ചായിരുന്നു. അതുകൊണ്ട് നല്ല എരിവുണ്ട്. ഇപ്പം ഞാൻ എല്ലാം നിർത്തി. കറിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി നമ്മുടെ പെപ്പർ. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടല്ല, ഡ്രൈ ആയിട്ടാണെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്.